ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷത്തിൽ 365 ദിവസവും ആടിനെ ബലി നൽകുന്ന ഒരു അമ്പലത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ പാണ്ടിക്കോവിൽ എന്നറിയപ്പെടുന്ന പാണ്ടി മുനീശ്വര സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും 2 പ്രതിഷ്ഠകളാണുള്ളത്. പ്രധാന ദൈവമായ പാണ്ടി മുനീശ്വരനും കാവൽ ദൈവമായ സമയക്കർപ്പസ്വാമിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഈ ക്ഷേത്രത്തിനു മുന്നിൽ 200 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ഐതിഹ്യമുണ്ട്. ചിലപ്പതികാരത്തിലെ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കണ്ണകിയുടെ ഭർത്താവായ കോവലന് തെറ്റായ വിധിയിലൂടെ വധശിക്ഷ വിധിച്ച രാജാവാണ് നെടുഞ്ചെഴകൻ. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് താനല്ല രാജാവ്, താനാണ് കള്ളൻ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ നിന്ന് വീണ് മരിച്ച അതേ രാജാവ് തന്നെയാണ് ഈ പാണ്ഡിമുനീശ്വരൻ എന്ന് വിശ്വസിക്കുന്നത്. താൻ ചെയ്ത ആ വലിയ അനീതിക്ക് പ്രായശ്ചിത്തം ചെയ്യാനായി അദ്ദേഹം വീണ്ടും ഭൂമിയിൽ ജനിച്ച് ഈ മേലമടയിൽ മണ്ണിൽ 8 അടി താഴ്ചയിൽ തപസ് ചെയ്തിരുന്നുവെന്നും പിന്നീട് ഈ വഴി വന്ന വള്ളിയമ്മാൾ എന്ന സ്ത്രീയുടെ സ്വപ്നത്തിൽ വന്ന് വഴി കാട്ടുകയും തുടർന്ന് ഈ വിഗ്രഹം ഖനനം ചെയ്ത് ഇവിടെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 തരത്തിലുള്ള ആചാരങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ നടക്കുന്നുണ്ട്. പ്രധാന ദൈവമായ പാണ്ടി മുനീശ്വരൻ പൂർണ്ണമായും ഒരു സന്യാസിയാണ്. അതുകൊണ്ട് അവിടുത്തെ വഴിപാടായി സമർപ്പിക്കുന്നത് പാലും പഞ്ചാമൃതവും പൊങ്കലും തുടങ്ങിയവയാണ്. എന്നാൽ ഇതിന് തൊട്ടടുത്തുള്ള ഉപദൈവമായ സമയക്കർപ്പസ്വാമിയുടെ അടുത്തേക്ക് വന്നാൽ കഥ മാറും. സമയക്കർപ്പസ്വാമിക്ക് കോഴിയെയും ആടിനെയുമാണ് ബലി നൽകുന്നത്. ഭക്തർ മദ്യവും ചുരുട്ടുമൊക്കെയാണ് ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ ഇത്രയും വ്യത്യസ്തമായ 2 ആചാരങ്ങൾ നടക്കുന്നത് കാണാൻ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റിലേക്ക് വരാം. ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഭക്തർ ഇവിടെ വന്ന് ആടുകളെയോ കോഴികളെയോ ബലി നൽകും. അതിനുശേഷം ആ ഇറച്ചി ഇവിടെ തന്നെയുള്ള അടുക്കളയിൽ വെച്ച് പാചകം ചെയ്ത് ആ പാകം ചെയ്ത ഭക്ഷണം ബന്ധുക്കൾക്കും അവിടെ വന്നിരിക്കുന്ന മറ്റ് ഭക്തർക്കും പ്രസാദമായി നൽകുന്നു. ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടെ ഈ വിരുന്നിൽ പങ്കാളികളാകുന്നത്. സാധാരണയായി കാണുന്ന ക്ഷേത്രങ്ങളിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ. അമ്പലത്തിൽ കയറുമ്പോൾ മുതൽ ആടുകളുടെ കരച്ചിലും രക്തത്തിൻ്റെ ഗന്ധവുമായി തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് സന്ദർശന സമയം. എല്ലാ ദിവസവും തുറന്നിരിക്കുമെങ്കിലും വ്യാഴം ഞായർ ദിവസങ്ങളിലും ശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്കായിരിക്കും. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ബസ് മാർഗമാണ് വരുന്നതെങ്കിൽ മധുരൈ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് ഈ പാണ്ടിക്കോവിലേക്കുള്ള ദൂരം. അപ്പോൾ വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിനപ്പുറം വലിയൊരു വിശ്വാസത്തിൻ്റെ കഥ പറയുന്ന സ്ഥലം കൂടിയാണ് മധുരയിലെ ഈ പാണ്ടിക്കോവിൽ. മധുരയിൽ വരുമ്പോൾ മീനാക്ഷി ക്ഷേത്രം മാത്രം കണ്ടുപോകാതെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പാണ്ടിക്കോവിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.